ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സാധാരണ വിശകലനമെന്നാ കേട്ടോ. തിരക്കേറിയ ജീവിതത്തിനിടയിലും ഒരു സർക്കാർ ജോലി എന്ന വലിയ സ്വപ്നം കാണുന്ന ഓരോ വീട്ടമ്മയുടെയും വർക്കിംഗ് വുമണിന്റെയും ഒരു ഹീറോസ് ജേർണിയിലേക്കാണ്, അതായത് ഒരു നായക പരിവേഷമുള്ള യാത്രയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതൊരു വെറും പരീക്ഷാ തയ്യാറെടുപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വലിയ ശക്തിയെ എങ്ങനെ പുറത്തെടുക്കാമെന്ന് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ? ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ, അയ്യോ എനിക്ക് പഠിക്കാനൊക്കെ എവിടുന്ന് സമയം കിട്ടാനാ, അല്ലെങ്കിൽ ഇത്രയും കാലം പുസ്തകം തൊട്ടിട്ടില്ല, ഇനിയിപ്പോ എന്നെക്കൊണ്ട് നടക്കുവോ എന്നൊക്കെ ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും. സത്യത്തില് ഇത് നിങ്ങളുടെ മാത്രം സംശയമല്ല. ഈ സ്വപ്നം കാണുന്ന ഏതൊരാളുടെയും മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യമാണിത്. ആ പേടി വളരെ സ്വാഭാവികമാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ ഈ കഥയിലെ നായികയുടെ യഥാർത്ഥ ശക്തി നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ നമുക്കെങ്ങനെ മുന്നോട്ട് പോവാമെന്ന് നോക്കാം. അപ്പോ നമ്മുടെ ഒന്നാം അധ്യായം, സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഉറച്ച നിശ്ചയദാർഢ്യമുള്ള ഒരു സ്ത്രീ മനസ്സിനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒന്നിനും കഴിയില്ല. കുടുംബം നോക്കുന്നതും ജോലിക്ക് പോകുന്നതുമൊന്നും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു തടസ്സമേ അല്ല. ഏതൊരു കഥയിലും ചില വില്ലന്മാരുണ്ടാകുമല്ലോ. ഇവിടെ ആ വില്ലന്മാർ നമ്മുടെ ചുറ്റുമുള്ളവരോ അവരുടെ ചില വാക്കുകളോ ആണ്. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്ന് പലരും നിങ്ങളെ തളർത്താൻ പറഞ്ഞേക്കാം. അവരോടൊന്നും തർക്കിക്കാൻ നിൽക്കേണ്ട, അവരെ വെറും കാഴ്ചക്കാരായി നിർത്തുക. കാരണം നിങ്ങളുടെ പരിമിതികളെന്ന് മറ്റുള്ളവർ പറയുന്നതിനെ മറികടക്കാൻ പോകുന്നൊരു വലിയ കരുത്ത് നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങളുടെ അസാമാന്യമായ മൾട്ടി ടാസ്കിംഗ് കഴിവ്. ഇനി വരുന്നത് ഭാഗം 2. എന്താണ് നിങ്ങളുടെ ആ രഹസ്യശക്തി? ഭാഗം 3, സ്മാർട്ടായി പഠിക്കാനുള്ള ചില കിടിലൻ വഴികൾ, അഥവാ നിങ്ങളുടെ മാന്ത്രിക ആയുധങ്ങൾ. വീട്ടുജോലികളും ഓഫീസിലെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കുന്നത് ഒരു വലിയ ഭാരമായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഠിനമായ പരിശീലനമാണ് അവിടെ നടക്കുന്നത്. മൾട്ടി ടാസ്കിങ്ങിൽ സ്ത്രീകളെ വെല്ലാൻ വേറെ ആരുമില്ലല്ലോ. ഇനി നമ്മുടെ നായികയ്ക്ക് മുന്നോട്ടു പോകാൻ ചില ടൂളുകൾ കൂടെ വേണം. ഒരുപാട് പേർക്കുള്ളൊരു മിഥ്യാധാരണയാണ് 24 മണിക്കൂറും പുസ്തകം തുറന്നു വെച്ചിരുന്നാലേ PSC കിട്ടുമെന്ന്. അതൊക്കെ പണ്ടല്ലേ. നമ്മൾ സ്മാർട്ടായി പഠിക്കാൻ പോവുകയാണ്. സമയം കണ്ടെത്തുക, ഓഡിയോ ലേണിംഗ്, സിലബസ് വിശകലനം ചെയ്യുക, പിന്നെ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. ഈ 4 തന്ത്രങ്ങൾ മാത്രം മതി എത്ര വലിയ സിലബസും തിരക്കേറിയ നിങ്ങൾക്കും നിഷ്പ്രയാസം കീഴടക്കാം. ഒന്നാമത്തെ കാര്യം, സമയം കണ്ടെത്തുക. കേൾക്കുമ്പോൾ തോന്നും അതിനല്ലേ പാട് എന്ന്. എല്ലാവർക്കും ദിവസം 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളത്. പുലർച്ചെ വീട്ടിലെ തിരക്കുകൾ തുടങ്ങുന്നതിന് മുൻപുള്ള 1 മണിക്കൂറോ, അല്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷമുള്ള ശാന്തമായ 1 മണിക്കൂറോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഓർക്കുക, ആ 1 മണിക്കൂർ നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല കേട്ടോ. രണ്ടാമത്തെ ടൂളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഓഡിയോ ലേണിംഗ്. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോഴോ വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് പ്രധാനപ്പെട്ട വിവരങ്ങളോ കറന്റ് അഫയേഴ്സോ ഒക്കെ കേൾക്കാം. അങ്ങനെ നിങ്ങളുടെ സാധാരണ ജോലികൾക്കിടയിലുള്ള സമയം മുഴുവൻ വളരെ പവർഫുള്ളായ ഒരു പഠന സമയമാക്കി മാറ്റിയെടുക്കാം. സംഗതി ഉഷാറല്ലേ? മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, സിലബസ് സ്ട്രാറ്റജി. പുസ്തകത്തിലെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. നമ്മൾ ആരും കമ്പ്യൂട്ടർ അല്ലല്ലോ. മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ കൃത്യമായി എടുത്ത് വിശകലനം ചെയ്യുക. എന്നിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക. എന്ത് പഠിക്കണം എന്നതിനേക്കാൾ എന്ത് പഠിക്കേണ്ട എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ബുദ്ധി. ഇനി അവസാനത്തെ ടൂൾ, 1 എന്ന അക്കത്തിന് ഇവിടെ വലിയൊരു അർത്ഥമുണ്ട്. അതാണ് ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നത്. ഒരു ദിവസം ഒരു ചെറിയ ടോപ്പിക്കെങ്കിലും ഞാൻ പഠിച്ചു തീർക്കും എന്നുറപ്പിക്കുക. ആയിരക്കണക്കിന് പേജുകളുള്ള വലിയ പുസ്തകങ്ങൾ കണ്ട് ഇനി പേടിക്കേണ്ട. അവയെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ഓരോന്ന് വീതം പഠിക്കുക. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഈ കൊച്ചു കൊച്ചു വിജയങ്ങൾ ഉറപ്പായും നിങ്ങളെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അപ്പോ നമ്മുടെ കഥയുടെ അവസാന ഭാഗം, വലിയ നേട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്യന്തികമായ വിജയം. ഇതൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നും. എന്നെക്കൊണ്ടിതിന് കഴിയുമോ എന്ന് സ്വയം സംശയം തോന്നും. പഠനം നിർത്തിയാലോ എന്നുവരെ ചിന്തിച്ചു പോകും. അപ്പോ ഈ ഒരൊറ്റ കാര്യം മാത്രം ഓർക്കുക. നിങ്ങൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ എന്തിനാണ് നിങ്ങൾ ഈ യാത്ര തുടങ്ങിയതെന്ന് സ്വയം ചോദിക്കുക. ഈ വാചകം ഒരു പരിച പോലെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്തിനുവേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നും ആ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നും എപ്പോഴും ഓർക്കുക.
ഈ താത്കാലിക ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ നിധി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കമൊഴിച്ചും വിശ്രമമില്ലാതെയും നിങ്ങൾ ഇന്ന് സഹിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ വെറുതെ ആകില്ല. നമ്മുടെ ഈ ഹീറോസ് ജേണി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒരു സർക്കാർ ജോലി എന്നത് കേവലം മാസാമാസം കിട്ടുന്ന ഒരു ശമ്പളം മാത്രമല്ല കേട്ടോ, മറിച്ച് അത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്, ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സുരക്ഷിതത്വമാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന ധൈര്യം ചെറുതല്ല. സ്വയം വിശ്വസിക്കൂ, നിങ്ങളുടെ സ്വന്തം കഥയിലെ ഹീറോ നിങ്ങൾ തന്നെയാണ്. വിജയത്തിലേക്കുള്ള ഈ സ്മാർട്ട് വഴികളിലൂടെ നിങ്ങളുടെ ആ വലിയ സ്വപ്നം ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ തയ്യാറല്ലേ? നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയൊരു ഊർജ്ജവും പ്രതീക്ഷയും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.